െല്ലാം മറിഞ്ഞിട്ടുള്ളത് തൊട്ടടുത്തുള്ളത് ഈ അമ്മയുടെ വീടാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് ഇവർക്ക് അറിയില്ല. കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ പോയാൽ വയ്യാത്ത ICUവിൽ 10 ദിവസം കിടന്ന മകളുമായിട്ട് ഇപ്പോൾ ഡിസ്ചാർജ് ആയി വന്നിട്ടേ ഉള്ളൂ. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. നമ്മുടെ ക്യാമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ദുരിതസ്ഥിതിയിലാണ് ആളുകൾ താമസിക്കുന്നത്. എന്താണ് അവസ്ഥ? എന്താ ഇപ്പൊ? ബാത്റൂമും ഇല്ല, ഭയങ്കര വെയിലുമൊക്കെയാണ്. അത് നമ്മൾ സഹിക്കാം. ഒരു ബാത്റൂം വേണം മോളെ, അത്യാവശ്യം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. 3000 രൂപ വാടകയും കൊടുക്കണം, കറണ്ട് ബില്ലും അടയ്ക്കണം. ഇവിടെ ഇപ്പൊ വന്ന് വാടകയ്ക്ക് വീട് താമസിക്കാ. ഈ 3000 രൂപയ്ക്ക് ഇവിടെ വീട് കിട്ടിയെന്ന് പറഞ്ഞാലേ ഇത് കടലിന്റെ പറ്റ കിടക്കുന്ന വീടാ. പലരും ഉപേക്ഷിച്ചു പോയ വീടുകളാണ്. അതുകൊണ്ട് ഇവർക്കൊന്നും നിവർത്തിയില്ലാത്ത ആളുകളായതുകൊണ്ട്, മത്സ്യത്തൊഴിലാളികൾ ആയതുകൊണ്ട് അവർക്ക് വാടകയ്ക്ക് ഈ വീട് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ വീട് ഒക്കെ ഗുരുതര സാഹചര്യത്തിലാണ്. എന്നാലും ഗതിയില്ലാത്തത് കൊണ്ട് വാടകയ്ക്ക് 3000 രൂപ കൊടുത്തിട്ട് എടുത്ത വീടാണ് ഈ കാണുന്നത്. ഈ അമ്മയും മകളുമാണ് ഇവിടെ താമസിക്കുന്നത്. വാടക കൊടുക്കാൻ പോലും അവർക്ക് സംവിധാനമില്ല. പക്ഷേ ഇവര് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാനോ ഒന്നും കഴിയില്ല. നേരത്തെ നമ്മൾ കണ്ട അമ്മ അഭിലാഷ് അവർ പറഞ്ഞത് 2 പ്രായപൂർത്തിയായ മക്കളുമായി 1 വർഷത്തിന് മേലായി ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു അമ്മ അവിടെ കഴിയുവാണ്. എന്നിട്ട് അവർ വാടകയ്ക്ക് വീടെടുത്ത് ഈ വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്ന വീടുകൾ ഈ ലെയറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം പോകാറായ വീടുകളാണ്. ആ വീടുകളിൽ തന്നെ ഇവർ വാടകയ്ക്ക് വരും. സ്വന്തം വീട് പോകുമ്പോൾ ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾ അത്യാവശ്യ സാമ്പത്തിക സ്ഥിതി ഉള്ളവരെന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. കാരണം ഇവരെ പറയുന്നത് അങ്ങോട്ട് മാറി താമസിക്കണമെന്ന് പറയുമ്പോൾ അങ്ങ് പോകുവാണെങ്കിലും മൊത്തം ഹൈവേ ആണ്. ഹൈവേയുടെ സൈഡിൽ എത്ര രൂപ കിട്ടാനാണ്? അതായത് 10 ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് അനുവദിച്ചാൽ 6 ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങാനായി കൊടുക്കുന്നത്. ബാക്കിയുള്ള തുക വീട് പണിയാനായാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ 6 ലക്ഷം രൂപയ്ക്ക് എവിടെയാണ് സ്ഥലം കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എത്രയോ കാലമായി നമ്മളും ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് ആളുകൾക്ക് വീട് വെക്കാൻ ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ഈ 10 ലക്ഷം രൂപ കൊടുത്ത് എങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയും? അല്ലെങ്കിൽ ഇവരെങ്ങനെ ഒരു വീട് വെക്കും? സ്ഥലം വാങ്ങാൻ പോലും പണമില്ലാത്തൊരവസ്ഥ മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്യും? കിട്ടുന്ന പൈസയ്ക്ക് വീണ്ടും അടുത്ത ഇതുപോലുള്ള തീരത്ത് ആളുകൾ ഉപേക്ഷിച്ചു പോയ വീട്ടിൽ 2000 3000 കൊടുത്ത് വാടകയ്ക്ക് വരും. പണി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് വർഷത്തിൽ ഒരു 100 തവണയൊക്കെയാണ് അഭിലാഷ്, 100 ദിവസമൊക്കെയാണ് ഇവര് ജോലിക്ക് എടുക്കാൻ പോകാൻ കഴിയുന്നത്. കാരണം ഈ ഭാഗങ്ങളൊക്കെ മുഴുവൻ മണലെടുപ്പും പ്രശ്നങ്ങളും ആയതുകൊണ്ട് തന്നെ അതിരൂക്ഷമായ കടൽക്ഷോഭമാണ്. മത്സ്യസമ്പത്തിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പണമില്ല. പിന്നെ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് പീലിംഗ് ഷെഡുകളിലൊക്കെ പോയി തൊഴിലെടുത്തിട്ട് അവര് ജോലിക്ക് പോകുന്നത് കൊണ്ട് മാത്രം വീടുകളിൽ അന്നന്നത്തെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുന്നതാണ്. ഭർത്താക്കന്മാർക്ക് ഭൂരിഭാഗം പേർക്കും തൊഴിലില്ല എന്നുള്ളതാണ്. അവർ പോയി തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗതികെട്ട ജീവിതത്തിൽ അത്ര സാഹചര്യത്തിലാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ ഈ മേഖലയ്ക്ക് നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുവാണ്, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്രയോ കാലമായി നമ്മൾ ഇത് പറയുന്നു എന്നുള്ളത് ശരിയാണ്. അവരുടെ പ്രതിഷേധം അവർ നമ്മളോട് കാണിക്കുകയാണ്. കാരണം എത്ര പറഞ്ഞിട്ടും ഈ സംവിധാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ലാത്ത ദയനീയ സ്ഥിതിയിൽ തന്നെയാണ് മനുഷ്യരുടെ ജീവിതം എന്നുള്ളതാണ്. നമ്മുടെ തീരദേശം, ഇത്രയധികം തീരദേശമുള്ള ആലപ്പുഴയുടെ ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ തുറവൂർ മേഖല വടക്കൻ മേഖലയാണ്. നമ്മളിപ്പോൾ തെക്കൻ മേഖലയിലാണ്, അമ്പലപ്പുഴയിലാണ്. തുറവൂർ മേഖലയിൽ 500ഓളം വീടുകളാണ് ഇന്നലത്തെ കടലാക്രമണത്തിൽ ഇപ്പോൾ തകർച്ചാ ഭീഷണിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. തൃക്കുന്നപ്പുഴ തൊട്ട് അങ്ങോട്ട് പല്ലന വരെയുള്ള ഇന്നലെ രമേശ് ചെന്നിത്തല അവിടെ തടഞ്ഞു വെച്ചു. അത് തൃക്കുന്നപ്പുഴ മുതൽ അങ്ങ് ആറാട്ട് വഴി പല്ലന ആ റോഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ടെട്രോപോഡുകൾ അടുക്കിയിട്ടും പൂർണ്ണമായും കടൽ ഇപ്പുറത്തേക്ക് കയറി റോഡിലേക്ക് കടൽ ഈ ടെട്രോപോഡുകളെ കൊണ്ടുവന്ന് ഇടുവാണ്. ജനങ്ങൾ പറയുന്ന വലിയ ഒരു ആരോപണമുണ്ട്. അതായത് ഈ ടെട്രോപോഡുകൾ അടുക്കണമെങ്കിൽ കൃത്യമായൊരു സിസ്റ്റമാറ്റിക്കായി സയന്റിഫിക്കായുള്ള സംവിധാനമുണ്ട്. പാറക്കല്ലുകൾ അടുക്കണം, ചെറിയ പാറക്കല്ലുകൾ അടക്കണം, വലിയ പാറക്കല്ലുകൾ എടുക്കണം. അതിന് മുകളിലാണ് ഈ ടെട്രോപോഡുകൾ ലോക്ക് ചെയ്യേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു ലോക്കിംഗ് സംവിധാനമൊന്നും ഇല്ല. കൊണ്ട് പരാതി പറയുന്ന സ്ഥലത്ത് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇറിഗേഷന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ടെട്രോപോഡ് എവിടെ നിന്നെങ്കിലും എടുത്തു വെക്കും. അങ്ങനെ ഈ ടെട്രോപോഡുകൾ വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വെച്ച ടെട്രോപോഡുകളാണ് ഈ കടലിൽ ഇപ്പോൾ താഴ്ന്നു കിടക്കുന്നത്. അതിനെ സിസ്റ്റമാറ്റിക്കായി അടുക്കി കൃത്യമായൊരു സംരക്ഷണ ഭിത്തി ഒരുക്കി ചെല്ലാനം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ പോലെയുള്ള സംരക്ഷണ ഭിത്തി ഒരുക്കാനൊന്നും ഇവിടെ പാറക്കല്ലുകൾ കിട്ടാനില്ലെന്നാണ് സർക്കാർ പറയുന്നത്. കരാറുകാരോട് ചോദിക്കുമ്പോൾ അവർക്ക് പണം ലഭ്യമാകുന്നില്ലെന്നാണ് അവർ പറയുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ദുരിതത്തിലാകുന്ന വളരെ ദുരിതപൂർണമായി ജീവിക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അത്യന്തം മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ തന്നെ പലയിടത്തും എഞ്ചിനുകൾ വള്ളങ്ങൾ തകർത്തുകൊണ്ട് ഈ വേവ്സ് കടന്നു വന്ന് അപ്രതീക്ഷിതമായി വന്ന കടലിൽ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് പല വള്ളങ്ങളുടെയും എഞ്ചിൻ തകർന്നു.
അത് കരക്ക് കയറ്റാനുള്ള സംവിധാനം വേണ്ടേ? ഇത്രയും ദൂരം സഞ്ചരിച്ചു വരുന്ന തിരമാലകളെ സംബന്ധിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇങ്ങനെ ഒരു കാറ്റുണ്ടായി എന്ന് കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരറിയിപ്പ്, ഇത്ര 5000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഈ വേവ്സ് അവിടെ ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗത്ത് അതിശക്തമായ രീതിയിൽ തിര ഉയരുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എവിടെയും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അലേർട്ട് ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ ജീവിത മാർഗത്തിന് ഈ വള്ളങ്ങൾക്കോ വലകൾക്കോ ഒരു കേടുപാടുകൾ സംഭവിക്കാൻ ആരും സഹായിക്കത്തൊന്നുമില്ല. അവർ തന്നെ കഷ്ടപ്പെട്ട് കൂട്ടായി ചേർന്ന് അവരത് കരയ്ക്കോ എങ്ങോട്ടെങ്കിലും മാറ്റിവെക്കുകയോ ചെയ്യാൻ. പക്ഷേ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് പറയുന്ന വർത്തമാനത്തിനപ്പുറത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ പ്രളയകാലത്ത് അവർ ജീവൻ രക്ഷിക്കാനായി പോയവരാണെന്ന് വാതോരാതെ പ്രസംഗിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമ്പോഴും അവരോട് കരുണ കാണിക്കാനോ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനോ യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ. അതായത് ഈ 2 ദിവസങ്ങളിലാണ് ഉണ്ടാകുന്ന പ്രശ്നം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതിസന്ധി രൂക്ഷമാകും. കാരണം ഇന്നും ആ വേവ്സ് ഉണ്ടാകും എന്നുള്ള പ്രഡിക്ഷനിൽ തന്നെയാണ് പോകുന്നത്. കടലിന്റെ രീതി മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ വേലിയിറക്ക സമയമാണ്. എന്നിട്ടും അടിക്കുന്ന തിരമാലകൾ അതിശക്തമായി തന്നെ മടങ്ങി അടിക്കുകയാണ്. അത് ഒരു 2 മണി കഴിഞ്ഞാൽ രൂക്ഷമായ അവസ്ഥയിലേക്കും വൈകിട്ട് 5 മണിയോടുകൂടി രാത്രിയോടുകൂടി അത് നല്ല രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥയിലേക്കും എത്തുമെന്നുള്ള പ്രഡിക്ഷനാണ്. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു, ഇത് എത്ര ദിവസം നിലനിൽക്കും? 2 ദിവസം എന്ന് പറയുന്നു, കൃത്യമായ അറിയിപ്പ് ഞങ്ങൾക്കില്ല എന്നുള്ള വിവരമാണ് അവർ പറയുന്നത്.